എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരുന്ന +2 ലെവൽ പ്രിലിമിനറി എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ നമുക്കറിയാം +2 പ്രിലിംസിനൊക്കെ നമുക്ക് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷേ എന്ന് കരുതി നമ്മൾ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമായിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പറയുന്ന ചോദ്യങ്ങൾ അതുപോലെ ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് കണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നാലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ചുമ്മാ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമല്ല, അതായത് PSC ബുള്ളറ്റിനിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും കൂടെ പറയുന്നുണ്ട്. ആ ഉത്തരം എങ്ങനെയാണ് വന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഇനി ഏത് രീതിയിൽ ചോദ്യം വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ ചുമ്മാ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്ന് ഇല്ല. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി പഠിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്താണെങ്കിലും അത് കമൻ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം പേരിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ, നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അത് ശരി ഏതൊക്കെയാണെന്നുള്ളത് തിരഞ്ഞെടുക്കണം. അപ്പോൾ നോക്കാം. ഒന്നാമത്തേത്, വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനൊപ്പം ചേർക്കുന്ന പദാർത്ഥം സൾഫർ ആണ്. 2, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഇല്ലാത്ത മൂലകമാണ് സൾഫർ. 3, അമ്ലമഴയ്ക്ക് കാരണം നൈട്രജൻ സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. കൃത്രിമ മഴയ്ക്ക് കാരണം സിൽവർ അയഡൈഡ് ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ശരിയായത് ഏതെല്ലാം എന്ന് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനൊപ്പം ചേർക്കുന്ന പദാർത്ഥം സൾഫർ ആണ്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഇല്ലാത്ത മൂലകമാണ് സൾഫർ. അമ്ലമഴയ്ക്ക് കാരണം നൈട്രജൻ അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. കൃത്രിമ മഴയ്ക്ക് കാരണം സിൽവർ അയഡൈഡ് ആണ്. അപ്പോൾ 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, 1, 2, 3, 4 എന്നിവ ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ റബ്ബറിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് അല്ലേ. വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനൊപ്പം ചേർക്കുന്ന പദാർത്ഥം സൾഫർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റബ്ബർ എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇലാസ്തികതയുള്ള പോളിമർ ആണ് റബ്ബർ. ഓക്കെ, പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇലാസ്തികതയുള്ള പോളിമർ ആണ് റബ്ബർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വൾക്കനൈസേഷൻ എന്ന് പറയുന്ന ഒരു പേര് പറയുന്നുണ്ട് അല്ലേ. എന്താണ് വൾക്കനൈസേഷൻ? സൾഫർ ചേർത്ത് റബ്ബർ ചൂടാക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. സൾഫർ ചേർത്ത് റബ്ബർ ചൂടാക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? വൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ റബ്ബറിൽ നമ്മൾ സൾഫർ ചേർത്ത് ചൂടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പദാർത്ഥം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എബണൈറ്റ് എന്ന് പറയുന്നത്. അതായത് വൾക്കനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ശേഷം റബ്ബറിൽ സൾഫർ ചേർത്ത് ചൂടാക്കുന്ന പ്രോസസ്സാണ് വൾക്കനൈസേഷൻ. അത് കഴിയുന്ന സമയത്ത് നമുക്ക് ഇലാസ്തികത കുറഞ്ഞ ഒരു പദാർത്ഥം ലഭിക്കും. അതിനെയാണ് എബണൈറ്റ് എന്ന് പറയുന്നത്. എന്താണ്? എബണൈറ്റ് എന്നാണ് പറയുന്നത്. ഇനി ഈ റബ്ബർ ചൂടാക്കുന്ന സമയത്ത് സൾഫർ ചേർക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൾഫർ എന്ന് പറയുന്നത് എന്തിനാണ് ചേർക്കുന്നത്? റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചേർക്കുന്നതാണ് സൾഫർ. ഓക്കെ, സൾഫർ എന്തിനാണ് റബ്ബറിൻ്റെ കൂടെ ചേർക്കുന്നത്? റബ്ബറിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചേർക്കുന്നതാണ് സൾഫർ. അത് ഓർത്തിരിക്കാം. ഇനി വൾക്കനൈസേഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡിയർ ആണ്. വൾക്കനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡിയർ ആണ്. എന്നാൽ അത് കണ്ടെത്തുന്നതിനുള്ള പേറ്റൻസി ലഭിച്ചത് ആർക്കാണ്? തോമസ് ഹാൻകോക്കിനാണ്. ഓക്കെ, എന്താണ്? വൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡിയർ ആണ്. വൾക്കനൈസേഷൻ കണ്ടെത്തിയതിനുള്ള പേറ്റൻസി ലഭിച്ചത് ആർക്കാണ്? തോമസ് ഹാൻകോക്കിനാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തിരിക്കാം. ഇനി അമ്ലമഴയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അമ്ലമഴയ്ക്ക് കാരണം നൈട്രജൻ അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അമ്ലമഴ? അതായത് അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഫലമായിട്ട് സൾഫർ സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞു ചേരുന്നത് മൂലം ഉണ്ടാവുന്നതാണ്
അമ്ലമഴ. ഓക്കെ, സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഫലമായിട്ട് സൾഫർ സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞു ചേരുന്നത് മൂലം ഉണ്ടാവുന്നതിനെയാണ് അമ്ലമഴ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, കിട്ടിയല്ലോ, എഴുതിയെടുക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന വിദ്യാഭ്യാസ കമ്മീഷനുകൾ അവ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസ കമ്മീഷനുകൾ തന്നിട്ടുണ്ട്, അവ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് വായിച്ച് നോക്കാം. 10+2+3 പാറ്റേൺ ഏതാണ്? കോത്താരി കമ്മീഷൻ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അത് കറക്റ്റാണ്. ഓക്കെ, ദെൻ ഓപ്പൺ സർവകലാശാല പാർത്ഥസാരഥി കമ്മീഷൻ, അതും കറക്റ്റായിട്ടാണ് നമുക്ക് ജോഡി തന്നിട്ടുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മുതലിയാർ കമ്മീഷനാണ് നമുക്ക് നേരിട്ട് തന്നിട്ടുള്ളത്. പക്ഷെ അതല്ല, പ്രാഥമിക വിദ്യാഭ്യാസം യശ്പാൽ കമ്മിറ്റിയാണ്. ഓക്കെ, യശ്പാൽ കമ്മിറ്റിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം യശ്പാൽ കമ്മിറ്റിയാണ്. അടുത്തത് ത്രിഭാഷാ പദ്ധതി ഏതാണ്? അത് മുതലിയാർ കമ്മീഷനാണ്. ഓക്കെ, ത്രിഭാഷാ പദ്ധതി മുതലിയാർ കമ്മീഷനും പ്രാഥമിക വിദ്യാഭ്യാസം വരുന്നത് യശ്പാൽ കമ്മിറ്റിയാണ്. ബാക്കി രണ്ടും കറക്റ്റായിട്ടാണ് തന്നിട്ടുള്ളത്. 10+2+3 പാറ്റേൺ കോത്താരി കമ്മീഷൻ, ഓപ്പൺ സർവകലാശാല പാർത്ഥസാരഥി കമ്മീഷൻ. അപ്പോൾ ഇതിലേതാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണ്. A1, B2, C4, D3 എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരി. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. ഹണ്ടർ കമ്മീഷനാണ്. ഓക്കെ, 1882 ഹണ്ടർ കമ്മീഷൻ വരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്, 1882. ഓക്കെ, ഇനി പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കുവാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? ഹണ്ടർ കമ്മീഷനാണ്. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് വിട്ടുകൊടുക്കുവാൻ നിർദ്ദേശിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് റാലെ കമ്മീഷൻ. അത് ഓർത്തിരിക്കുക കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ഏതാണ്? റാലെ കമ്മീഷനാണ്. റാലെ കമ്മീഷൻ വർഷം 1902. ഇനി റാലെ കമ്മീഷനെ നിയമിച്ചത് കഴ്സൺ പ്രഭുവാണ്. റാലെ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ സർവകലാശാല നിയമം 1904 നിലവിൽ വരാൻ കാരണമായ കമ്മീഷനാണ് ഏത്? റാലെ കമ്മീഷൻ. ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? റാലെ കമ്മീഷൻ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഡ്ലർ കമ്മീഷനാണ്. സാഡ്ലർ കമ്മീഷനാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തതുപോലെ തന്നെ 7 മുതൽ 14 വയസ്സ് വരെ ദേശീയാടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? സഖീർ ഹുസൈൻ കമ്മിറ്റിയാണ്. 7 മുതൽ 14 വയസ്സ് വരെയുള്ള ദേശീയാടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സഖീർ ഹുസൈൻ കമ്മിറ്റിയാണ്. ഇനി 6 മുതൽ 14 വയസ്സ് വരെ, ഇപ്പം നമ്മൾ പറഞ്ഞത് 7 മുതൽ 14 വയസ്സ് വരെയാണ് സക്കീർ ഹുസൈൻ കമ്മിറ്റി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ സർജന്റ് കമ്മീഷനാണ്. ഓക്കെ, സർജന്റ് കമ്മീഷനാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് സാർജന്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഓരോ കമ്മീഷനായിട്ട് ആദ്യം പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ
ഇത്ര നേരം നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാര്യമാണ് പറഞ്ഞത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അതുപോലെ തന്നെ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ശാന്തിനികേതൻ, ജാമിയ മിലിയ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ചതും ഏത് കമ്മീഷനാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കാം. ഇനി അടുത്തത് മുതലിയാർ കമ്മീഷൻ. മുതലിയാർ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ത്രിഭാഷാ പദ്ധതി ശുപാർശ ചെയ്തത് മുതലിയാർ കമ്മീഷനാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ത്രിഭാഷാ പദ്ധതി ശുപാർശ ചെയ്തത് മുതലിയാർ കമ്മീഷനാണ്. അതുപോലെ തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മുതലിയാർ കമ്മീഷനാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് മുതലിയാർ കമ്മീഷനാണ്. കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശിച്ചത് മുതലിയാർ കമ്മീഷനാണ്. കൃഷി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണ്? മുതലിയാർ കമ്മീഷനാണ്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ മുതലിയാർ കമ്മീഷനെ കുറിച്ച് അറിഞ്ഞിരിക്കാം. അടുത്തത് കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് 1964 നിയമിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഓക്കെ, 1964 നിയമിച്ച കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ അധ്യക്ഷനാണ് ആരായിരുന്നു? ഡോക്ടർ DS കോത്താരി ആയിരുന്നു. കോത്താരി കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ DS കോത്താരി. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. മാറിപ്പോരുത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? മുതലിയാർ കമ്മീഷനാണ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. ദെൻ നമ്മളിവിടെ പറഞ്ഞ 10+2+3 പാറ്റേണിലുള്ള വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. 10+2+3 പാറ്റേണിലുള്ള വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷൻ കോത്താരി കമ്മീഷനാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഡോക്ടർ DS കോത്താരിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ DS കോത്താരിയാണ്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളെ അടിസ്ഥാനമാക്കി ഇന്ത്യ ഗവൺമെൻറ് ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയത് എപ്പോഴാണ്? 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കോത്താരി കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളത് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ ഒത്തിരി കമ്മീഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹണ്ടർ കമ്മീഷൻ വർഷം ഓർത്തിരിക്കുക 1882. അതുപോലെ തന്നെ എന്താണ് റാലെ കമ്മീഷൻ എന്ന് പറഞ്ഞല്ലേ, റാലെ കമ്മീഷൻ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സാറ്റ്ലർ കമ്മീഷൻ പറഞ്ഞു. സാറ്റ്ലർ കമ്മീഷൻ, സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഓക്കെ, വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ യശ്പാൽ കമ്മിറ്റി ഓർത്തിരിക്കുക കേട്ടോ. 1992 യശ്പാൽ കമ്മിറ്റി വരുന്നത്. ഓക്കെ, യശ്പാൽ കമ്മീഷൻ വരുന്നത്. ദെൻ കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, വാർധ കമ്മിറ്റി ഓർത്തിരിക്കുക കേട്ടോ. 1937 വാർധ കമ്മിറ്റി വരുന്നത്. 1937 വാർധ കമ്മിറ്റി. ഓക്കെ, ദെൻ ഇപ്പോഴത്തെ നമ്മുടെ ഡോക്ടർ കെ കസ്തൂരിരംഗൻ കമ്മിറ്റി. ഡോക്ടർ കെ കസ്തൂരിരംഗൻ കമ്മിറ്റി 2020 കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക. ഓക്കെ, ഡോക്ടർ എസ് കസ്തൂരിരംഗൻ കമ്മിറ്റി 2020 കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. മൂന്നാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് 1956 നവംബർ 1 നിലവിൽ വന്നത്? 1956 നവംബർ 1 നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? അസം, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, സിക്കിം. ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അസം ഉണ്ട്, ബീഹാർ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്. ഈ 4 എണ്ണമാണ്
എന്ത് 1956 നവംബർ 1 നിലവിൽ വരുന്നത്. ഓക്കെ, അസം, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ 1956 നവംബർ 1 നിലവിൽ വന്നത്. ഇതുമാത്രമല്ല, 1956 നവംബർ 1 നിലവിൽ വന്ന മറ്റുള്ള സംസ്ഥാനങ്ങളുമുണ്ട്. മൊത്തം എത്ര സംസ്ഥാനങ്ങളാണ് 1956 നവംബർ 1 നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ നമുക്ക് പഠിക്കണം. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം, എഴുതി വെച്ചോളാം. ആന്ധ്രാപ്രദേശ്, ഓക്കെ, ആന്ധ്രാപ്രദേശ്, അസം, ബീഹാർ, കർണാടക, മധ്യപ്രദേശ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ. ഇത്രയും സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് 1956 നവംബർ 1 ഓക്കെ, അപ്പോൾ ഏകദേശം 11 സംസ്ഥാനങ്ങൾ അല്ലേ, 11 സംസ്ഥാനങ്ങൾ വന്നത് 1956 നവംബർ 1 ആന്ധ്രാപ്രദേശ്, അസം, ബീഹാർ, കർണാടക, മധ്യപ്രദേശ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ 11 സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് എപ്പോഴാണ്? 1956 നവംബർ 1 ഇനി നമ്മുടെ ഓപ്ഷനിലുള്ള ഹിമാചൽ പ്രദേശ് എപ്പോഴാണ് നിലവിൽ വരുന്നത്? 1971. ഓക്കെ, 1971 ജനുവരി 25 ഹിമാചൽ പ്രദേശ് വരുന്നത് കേട്ടോ. 1971 ജനുവരി 25 ഹിമാചൽ പ്രദേശ് വരുന്നത്. അതുപോലെ സിക്കിം നിലവിൽ വരുന്നത് 1975 മെയ് 16 1975 മെയ് 16 സിക്കിം സംസ്ഥാനം നിലവിൽ വരുന്നത്. അപ്പോൾ രണ്ടും ഓർത്തിരിക്കുക. ഹിമാചൽ പ്രദേശ് 1971 ജനുവരി 25, സിക്കിം 1975 മെയ് 16. ബാക്കി നമ്മൾ പറഞ്ഞ 11 സംസ്ഥാനങ്ങൾ 1956 നവംബർ 1 നിലവിൽ വന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, മോൺട്രിയൽ ഉടമ്പടിയുടെ 1989 മോൺട്രിയൽ ഉടമ്പടിയുടെ ഉദ്ദേശം ചുവടെ പറയുന്നവയിൽ ഏതാണ്? മോൺട്രിയൽ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വായിച്ചു നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുക, ഹരിതഗൃഹ പ്രഭാവം നിയന്ത്രിക്കുക, ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന രാസവസ്തുക്കളുടെ ബഹിർഗമനം കുറയ്ക്കുക, കാർബൺ മലിനീകരണം നിയന്ത്രിക്കുക. ഏതാണ് മോൺട്രിയൽ ഉടമ്പടിയുടെ? ഓപ്ഷൻ സി ആണ്. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന രാസവസ്തുക്കളുടെ ബഹിർഗമനം കുറയ്ക്കുക എന്നുള്ളതാണ് മോൺട്രിയൽ ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം, അതായത് മോൺട്രിയൽ ഉടമ്പടി എന്ന് പറയുന്നത് ഓസോൺ പാളിയുടെ നാശം അല്ലെ, ഓസോൺ പാളിയുടെ ശോഷണവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് മോൺട്രിയൽ ഉടമ്പടി. അപ്പോൾ നമുക്ക് ഓസോൺ ശോഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ ഭാഗം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികിരണം ആഗിരണം ചെയ്യുന്ന ഒരു കവചമായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ഓസോൺ പാളി പ്രവർത്തിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികിരണം ആഗിരണം ചെയ്യുന്ന ഒരു കവചമായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ഓസോൺ പാളി പ്രവർത്തിക്കുന്നത്. അൾട്രാവയലറ്റ് രശ്മികൾ ജീവജാലങ്ങൾക്ക് വളരെ ദോഷകരമാണ്, നമുക്കറിയാം. അപ്പോൾ ജീവജാലങ്ങളുടെ DNA-യും പ്രോട്ടീനുകളും അൾട്രാവയലറ്റ് രശ്മികളെ കൂടുതലായിട്ട് ആഗിരണം ചെയ്യുന്നു. അതിലെ ഉയർന്ന ഊർജം ഈ തന്മാത്രകൾക്കുള്ളിലെ രാസബന്ധങ്ങളെ തകർക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. അൾട്രാവയലറ്റ് രശ്മികൾ ജീവജാലങ്ങൾക്ക് എങ്ങനെയാണ്? ദോഷകരമാണ്. ഈ ജീവജാലങ്ങളുടെ DNA-യും പ്രോട്ടീനുകളും എന്ത് ചെയ്യും? അൾട്രാവയലറ്റ് രശ്മികളെ കൂടുതലായിട്ട് ആഗിരണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉയർന്ന ഊർജം തന്മാത്രകൾക്കുള്ളിലെ രാസബന്ധങ്ങളെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുകൾത്തട്ടിലേക്കുള്ള വായുനിരയിലെ ഓസോണിന്റെ കനം അളക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡോപ്സൺ യൂണിറ്റ്? ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുകൾത്തട്ടിലേക്കുള്ള വായുനിരയിലെ ഓസോണിന്റെ കനം അളക്കുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ക്ലോറോഫ്ലൂറോ കാർബൺ CFC ആണ് എന്ത്? ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഏജന്റ്. ഓക്കെ, ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഏജന്റ് ഏതാണ്? CFC ആണ്. ക്ലോറോഫ്ലൂറോ കാർബൺ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി മനുഷ്യന്റെ കണ്ണിലെ കോർണിയ UVB അൾട്രാവയലറ്റ്. ഓക്കെ, അപ്പോൾ UVB വികിരണം ആഗിരണം ചെയ്യുന്നുണ്ട് മനുഷ്യന്റെ കണ്ണിലെ കോർണിയ.
ഈ UVBയുടെ ഉയർന്ന ഡോസ് കോർണിയയിൽ വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്നോ ബ്ലൈൻഡ്നെസ്. അപ്പോൾ സ്നോ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യൻ്റെ കണ്ണിലെ കോർണിയ UVB വികിരണം ആഗിരണം ചെയ്യുന്ന സമയത്ത് ഉയർന്ന ഡോസ് കാരണം കോർണിയയിൽ വീക്കമുണ്ടാവുന്ന അവസ്ഥയാണ് സ്നോ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? മോൺട്രിയൽ ഉടമ്പടിയാണ്. ഓസോൺ ശോഷണം വരുത്തുന്ന വസ്തുക്കളുടെ ഉദ്വമനം നിയന്ത്രിക്കുന്നതിന് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടി 1987 ഒപ്പുവെച്ചത്. പ്രാബല്യത്തിൽ വന്നത് 1989. ഓക്കെ, 1987 ഒപ്പുവെച്ചത്, 1989 പ്രാബല്യത്തിൽ വന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓസോൺ പാളിയുടെ ശോഷണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. എവറസ്റ്റ് കൊടുമുടി, കാഞ്ചൻജംഗ, നംഗപർവ്വതം, നന്ദാദേവി തുടങ്ങിയവ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയായ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നിരകളാണ് സിവാലിക്. ഡ്യൂൺസ് താഴ്വരകൾ സിവാലിക് നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? ഈ പറയുന്ന 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. എവറസ്റ്റ് കൊടുമുടി, കാഞ്ചൻജംഗ, നംഗപർവ്വതം, നന്ദാദേവി തുടങ്ങിയവ എവിടെയാണ്? ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ നിരകളിൽ തെക്കു ഭാഗത്ത് കാണപ്പെടുന്നതാണ് സിവാലിക്. ഡ്യൂൺസ് താഴ്വരകൾ എവിടെയാണ്? സിവാലിക്കിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി, 1, 2, 3 എന്നിവ കറക്റ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹിമാദ്രിയെക്കുറിച്ചും സിവാലിക്കിനെ കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ ഹിമാദ്രി എന്ന് പറയുമ്പോൾ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് എന്ത്? ഹിമാദ്രി എന്ന് പറയുന്നത്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ എന്നിങ്ങനെ അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. അതുപോലെ തന്നെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതമാണ് ഇത്? കാഞ്ചൻജംഗ. രണ്ടാമത്തേത് നന്ദാദേവി. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ഓക്കെ, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതമാണ് കാഞ്ചൻജംഗ. രണ്ടാമത്തേത് നന്ദാദേവി. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ നംഗപർവ്വതം എന്ന് പറഞ്ഞല്ലേ. നംഗപർവ്വതത്തിൻ്റെ മറ്റൊരു പേരാണ് ദയാമിർ. ദയാമിർ, പർവ്വതങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. ദയാമിർ. ഇനി ഹിമാദ്രിക്ക് വടക്കായി ടിബറ്റ് വരെ നീളുന്ന പർവ്വതഭാഗത്തെ വിളിക്കുന്ന പേരാണ് തെഥിസ് ഹിമാലയ. തെഥിസ് ഹിമാലയ എന്നാണ് വിളിക്കുന്നത്. ഹിമാദ്രിക്ക് വടക്കായിട്ട് ടിബറ്റ് വരെ നീളുന്ന പർവ്വതഭാഗമാണ് തെഥിസ് ഹിമാലയ എന്ന് പറയുന്നത്. ഇനി ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് ഏത്? ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഹിമാദ്രിയുടെ ഉപരിതലം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് കൊണ്ടാണ്. ഓക്കെ, ഹിമാദ്രിയുടെ ഉപരിതലം നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് കൊണ്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഹിമാദ്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 പ്രധാനപ്പെട്ട നദികളാണ് ഗംഗയും യമുനയും. ഹിമാദ്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? ഗംഗ, യമുന എന്നിവയാണ്. ലോകത്തെ ഉയരം കൂടിയ 10 കൊടുമുടികളിൽ 9 കൊടുമുടികളും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ലോകത്തെ ഉയരം കൂടിയ 10 കൊടുമുടികളിൽ 9 കൊടുമുടികളും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹിമാദ്രിയിലാണ്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വതം അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ഉയരം കൂടിയ കൊടുമുടികളാണ്. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിരയാണ് അന്നപൂർണ. അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള പർവ്വതനിരയാണ് അന്നപൂർണ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഭാഗം ഹിമാചൽ. നമ്മൾ ഹിമാദ്രി പറഞ്ഞു. അടുത്തത് ഹിമാചലിനെ കുറിച്ച് നോക്കാം. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ നിരയാണ് നമ്മൾ ഹിമാചൽ എന്ന് പറയുന്നത്. ഹിമാദ്രിക്ക് തെക്കാണ് കേട്ടോ. ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്താണ് ഹിമാചൽ. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ആരാണ്? ഹിമാചൽ. നമ്മൾ അടുത്തത് പറയും സിവാലിക്ക്. അപ്പോൾ ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയ്ക്കാണ് ആര് കിടക്കുന്നത്? ഹിമാചൽ.
സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര അല്ലെ. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഹിമാചൽ എന്ന് പറയുന്നത് സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ നിരകളാണ്. ഹിമാചൽ നിരയിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഡാർജിലിംഗ്, ഷിംല, മസൂറി, അൽമോറ, കുളു, മണാലി. ഇതെല്ലാം എവിടെയാണ്? ഹിമാചലിലാണ്. ഹിമാചലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ് ഡാർജിലിംഗ്, ഷിംല, മസൂറി, അൽമോറ, കുളു, മണാലി എന്നിവ. ഇനി അതിൽ തന്നെ ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു ആണ്. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ബിയാസ് നദിയാണ്. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് നദി എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളുവിലാണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുളുവിലാണ്. അതുപോലെ തന്നെ മണികരൻ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കുളു. മണികരൻ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കുളു. മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വര മണാലി ആണെന്നുള്ളത് ഓർത്തിരിക്കുക. മനുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് മണാലി. ഇനി ഹിമാചലിൽ കാണപ്പെടുന്ന മരങ്ങളാണ് പൈൻ, ഓക്ക്, ദേവദാരു, ഫിർ എന്നിവ. പൈൻ, ഓക്ക്, ദേവദാരു, ഫിർ എന്നീ മരങ്ങൾ കാണപ്പെടുന്നത് ഹിമാചലിലാണ്. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ലെസർ ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഹിമാചലിൻ്റെ പ്രാദേശിക പേരുകളാണ് ദൗലധാർ, നാഗ് തിബ എന്നിവ. ഓക്കെ, നാഗ് തിബ, ദൗലധാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാചലാണെന്നുള്ളത് ഓർത്തിരിക്കാം. കാശ്മീർ, കുളു, കാംഗ്ര എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഹിമാചലിലാണ്. നമ്മൾ പറഞ്ഞു സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. ആ കാശ്മീർ താഴ്വര, കുളു, കാംഗ്ര ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് പീർ പാഞ്ചൽ. ഹിമാചലിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ്? പീർ പാഞ്ചലാണ്. കാരക്കോറത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഈ പീർപ്പാഞ്ചൽ എന്ന് പറയുന്നത്. ഓക്കെ, പീർപ്പാഞ്ചൽ എന്ന് പറയുന്നത്. ഇനി ഹിമാചലിലെ ഒരു പ്രധാനപ്പെട്ട ചുരമാണ് റോഹ്താങ് ചുരം. ഓക്കെ, ഹിമാചലിലെ പ്രധാനപ്പെട്ട ചുരം ഏതാണ്? റോഹ്താങ് ചുരമാണ്. ഹിമാചലിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് മെർഗ്, ബുഗ്യാൽ. ഓക്കെ, മെർഗ്, ബുഗ്യാൽ എന്നിവയാണ് ഹിമാചലിൽ കാണപ്പെടുന്ന പുൽമേടുകൾ. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരകളാണ് ഹിമാചൽ. അപ്പോൾ അവിടെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ. മെഡോ ഓഫ് ഗോൾഡ്, സ്വർണ്ണ പുൽമേട് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് സോനാമാർഗ്. ഓക്കെ, അത് മൂന്നും ഓർത്തിരിക്കുക. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണിയാണ് മസൂറി. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരിയാണ് കൊടൈക്കനാൽ. മെഡോ ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് സുഖവാസ കേന്ദ്രമാണ് സോനാമാർഗ്. സോനാമാർഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹിമാചലുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കാം. അടുത്തതാണ് സിവാലിക് താഴ്വര അല്ലേ. സിവാലിക്. സിവാലിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു എന്താണ്? ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് സിവാലിക് നിരകൾ എന്ന് പറഞ്ഞു. ഡെറാഡൂണിനടുത്ത് സിവാവല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്ഥലങ്ങളിൽ നിന്നുമാണ് സിവാലിക് എന്ന പദം രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ രാജകീയ സർവേയുടെ ആസ്ഥാനമായിരുന്ന ഡെറാഡൂൺ പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ സർവേ വിഭാഗമായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവുമായിട്ട് മാറി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും തെക്ക് ഭാഗത്താണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ദെൻ ഗ്രേറ്റ് ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ ഭോട്ടിയ ഗോത്രവർഗ്ഗക്കാരാണ് അധിവസിക്കുന്നത്. ഇവർ വേനൽ മാസങ്ങളിൽ ബഗ്യാലുകളിലേക്കും ശൈത്യകാലത്തിൽ തിരികെ താഴ്വരയിലേക്കും ദേശാടനം നടത്തുന്നുണ്ട്. പ്രസിദ്ധമായ പൂക്കളുടെ താഴ്വര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിവാലിക്കിലാണ്. ഓക്കെ, പൂക്കളുടെ താഴ്വര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിവാലിക്കിലാണ്. അതുപോലെ തന്നെ ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ എവിടെയാണ്? സിവാലിക്കിലാണ്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഹിമാലയത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നിരയാണെന്ന് നമ്മൾ പറഞ്ഞു. ഗംഗാ സമതലവുമായി ചേർന്ന് കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണ് സിവാലിക് എന്ന് പറയുന്നത്. ഗംഗാ സമതലവുമായി ചേർന്ന് കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ഭാഗം ഏതാണ്? സിവാലിക് ആണ്.
ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് സിവാലിക് എന്ന് പറയുന്നത്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ്? സിവാലിക് ആണ്. സിവാലിക് മേഖലയിൽ കാണപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകളാണ് ഡൂണുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സിവാലിക്കിലാണ് ഡൂണുകൾ കാണപ്പെടുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. തട്ടുതട്ടായിട്ടുള്ള കൃഷിരീതി കാണപ്പെടുന്ന ഹിമാലയൻ നിരകളാണ് സിവാലിക്. തട്ടുതട്ടായിട്ടുള്ള കൃഷിരീതികൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. ശിവന്റെ തിരുമുടി എന്ന അർത്ഥം വരുന്ന പർവ്വതനിര ഏതാണ്? സിവാലിക് ആണ്. ശിവന്റെ തിരുമുടി എന്ന അർത്ഥം വരുന്നു. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഇത് സിവാലിക്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക് ആണ്. സിവാലിക്കില് പ്രധാനപ്പെട്ട കൃഷിവിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ഉരുളക്കിഴങ്ങ്, ചോളം എന്നിവയാണ്. നെല്ല്, ഉരുളക്കിഴങ്ങ്, ചോളം എന്നിവയാണ്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ ദാഫ്ല, മിറി, മിഷ്മി, അബോർ എന്നീ മലകൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. സിവാലിക്കിലാണ് ദാഫ്ല, മിറി, മിഷ്മി, അബോർ എന്നീ മലകൾ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ ഡൂണായിട്ടുള്ള ഡെറാഡൂൺ എവിടെയാണ്? സിവാലിക്കിലാണ് അല്ലേ. ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സിവാലിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഏതെല്ലാം പട്ടണങ്ങളാണ് ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? ഏതെല്ലാം പട്ടണങ്ങളാണ് ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെ പട്ടണങ്ങളാണ് ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഉത്തരം 1, 3, 4, 5, 6 ഏതൊക്കെയാണ്? പാറ്റ്ന, വാരണാസി, ഋഷികേശ്, കാൺപൂർ, ഹരിദ്വാർ എന്നീ പട്ടണങ്ങളാണ് ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏതൊക്കെയാണ്? പാറ്റ്ന, വാരണാസി, കാൺപൂർ, ഋഷികേശ്, ഹരിദ്വാർ എന്നീ പട്ടണങ്ങളാണ് ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗംഗാ നദിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഉത്തരാഖണ്ഡിലെ എവിടെ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്? ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗോമുഖിനടുത്തുള്ള ഗംഗോത്രി ഹിമാനിയിൽ നിന്നുമാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗോമുഖ് അല്ലെങ്കിൽ ഗായ്മുഖിനടുത്തുള്ള ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി ഈ ഗംഗാ നദി ഉത്ഭവിക്കുന്ന സമയത്ത് അറിയപ്പെടുന്ന പേരെന്താണ്? ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഉത്ഭവ സമയത്തുള്ള ഗംഗയുടെ പേരെന്താണ്? ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. ദേവപ്രയാഗിൽ വെച്ച് ഭഗീരഥി നദി അളകനന്ദയുമായിട്ട് സംഗമിച്ചതിന് ശേഷമാണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഉത്ഭവ സമയത്തെ ഗംഗാ നദിയുടെ പേര് ഭഗീരഥി എന്നാണ്. എവിടെ വെച്ചിട്ടാണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. ഭഗീരഥി നദി അളകനന്ദ നദിയുമായി സംഗമിച്ചതിന് ശേഷമാണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ബദരീനാഥിന് മുകളിലുള്ള സതോപാന്ത് ഹിമാനിയിൽ നിന്നാണ് അളകനന്ദയുടെ ഉത്ഭവം. നമ്മൾ പറഞ്ഞു ദേവപ്രയാഗിൽ വെച്ച് ഭഗീരഥി അളകനന്ദയുമായി സംഗമിച്ചിട്ടാണെന്ന് അല്ലേ. അപ്പം അളകനന്ദ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബദരീനാഥിൽ. ഓക്കെ, ബദരീനാഥിലെ സതോപാന്ത് എന്ന് പറയുന്ന ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത്. ഈ അളകനന്ദയായിട്ട് മാറുന്നത് ധൂളിഗംഗ, വിഷ്ണുഗംഗ എന്നീ അരുവികൾ വിഷ്ണുപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്നിട്ടാണ് അളകനന്ദയായിട്ട് മാറുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നദിയുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അത് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. അളകനന്ദ എന്ന് പറയുന്നത് ഏതൊക്കെ നദികൾ ചേരുന്നതാണ്? ധൂളിഗംഗ, വിഷ്ണുഗംഗ എന്നീ അരുവികൾ വിഷ്ണുപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്നിട്ടാണ് അളകനന്ദയായിട്ട് മാറുന്നത്. ഈ അളകനന്ദയും ഭഗീരഥയും കൂടെ സംഗമിച്ചിട്ടാണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അളകനന്ദയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിണ്ടാറ്, മന്ദാകിനി അല്ലെങ്കിൽ കാളിഗംഗ എന്നിവയാണ് അളകനന്ദയുടെ പോഷക നദികൾ എന്നത് അറിഞ്ഞിരിക്കുക. പിണ്ടാർ എന്ന് പറയുന്നത് കർണപ്രയാഗിലും മന്ദാകിനി എന്ന് പറയുന്നത് രുദ്രപ്രയാഗിലുമാണ് അളകനന്ദയുമായിട്ട് ചേരുന്നത്. ഓക്കെ, പിണ്ടാറ് കർണപ്രയാഗിലും മന്ദാകിനി രുദ്രപ്രയാഗിലുമാണ് അളകനന്ദയുമായിട്ട് ചേരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ബദരീനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചു കഴിഞ്ഞാൽ അളകനന്ദയാണ്. അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചു കഴിഞ്ഞാൽ അമരാവതിയാണ്. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചു കഴിഞ്ഞാൽ മന്ദാകിനിയാണ്. തെറ്റിപ്പോരുത്. ബദരീനാഥ് അളകനന്ദ, അമർനാഥ് അമരാവതി, കേദാർനാഥ് മന്ദാകിനി. ഓക്കെ, ഇനി ഗംഗാനദി സമതലത്തിൽ പ്രവേശിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്?
ഹരിദ്വാറിൽ വെച്ചിട്ടാണ് ഗംഗാ നദി എവിടേക്ക് പ്രവേശിക്കുന്നത്? സമതലത്തിലോട്ട് പ്രവേശിക്കുന്നത്. ഓക്കെ, ഇനി തുടക്കത്തിൽ തെക്ക് ദിശയിലും പിന്നീട് തെക്ക് കിഴക്ക് ദിശയിലും ഒഴുകി ഗംഗ, ഹൂഗ്ലി, പത്മ എന്നീ കൈവഴികളായിട്ട് പിരിയുന്നുണ്ട്. ഗംഗയുടെ കൈവഴികളാണ് ഹൂഗ്ലി, പത്മ എന്നീ കൈവഴികളായിട്ട് പിരിയുന്നുണ്ട്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ എത്ര ദൂരം ഒഴുകുന്നുണ്ട് ഏകദേശം ഗംഗ? 2525 കിലോമീറ്റർ ദൂരം ഒഴുകുന്നുണ്ട്. ഓക്കെ, 2525 കിലോമീറ്റർ ദൂരം ഏകദേശം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. ഗംഗയുടെ നദീതടത്തിൻ്റെ ഇന്ത്യയിലെ മാത്രം വിസ്തൃതി എത്രയാണ്? 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഇന്ത്യയുടെ മാത്രം. ഗംഗയുടെ ഇന്ത്യയിലുള്ള വിസ്തൃതി എന്ന് പറയുന്നത് 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇനി സാഗർ ദ്വീപിനടുത്ത് വെച്ചാണ് ഗംഗാനദി എവിടെ പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. സാഗർ ദ്വീപിനടുത്തുള്ള ബംഗാൾ ഉൾക്കടലിൽ. ഓക്കെ, സാഗർ ദ്വീപിനടുത്ത് വെച്ചിട്ടാണ് ഗംഗാനദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീ വ്യൂഹം ഏതാണെന്ന് ചോദിച്ചെങ്കിൽ ഏതാണ്? ഗംഗാ നദിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് ഗംഗയെ അംഗീകരിച്ചത് എപ്പോഴാണ്, പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2008 നവംബർ 4-നാണ്. 2008 നവംബർ 4-നാണ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ നീളം എത്രയാണ്? 2525 കിലോമീറ്ററാണ് മൊത്തം നീളം. ഇന്ത്യയിലെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 2510 കിലോമീറ്റർ ആണ്. 2510 കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ നീളം. ഇനി ഗംഗാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത്? ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഉത്തർപ്രദേശിലൂടെയാണ് ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്. ഓർത്തിരിക്കുക, ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗാ നദി. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം എവിടെയാണ്? അലഹബാദിലാണ്. അലഹബാദിൽ വെച്ചിട്ടാണ് ഗംഗയും യമുനയും തമ്മിൽ കൂടിച്ചേരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ഗംഗയും യമുനയും ഭൂമിക്കടിയിലൂടെ സരസ്വതി നദിയും ഒഴുകി സംഗമിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് ത്രിവേണി സംഗമം. ഗംഗയും യമുനയും ഭൂമിക്കടിയിലൂടെയുള്ള സരസ്വതി നദിയും കൂടി സംഗമിക്കുന്നതാണ് ത്രിവേണി സംഗമം. ബംഗ്ലാദേശിൽ ഗംഗാനദി അറിയപ്പെടുന്ന പേരെന്താണ്? പത്മ എന്നാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ഗംഗാനദി അറിയപ്പെടുന്ന പേരെന്താണ്? പത്മ എന്നാണ് അറിയപ്പെടുന്നത്. കീർത്തിനാശിനി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗംഗാനദിയാണ്. ഓക്കെ, കീർത്തിനാശിനി എന്നറിയപ്പെടുന്നത് ഗംഗാനദിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗംഗാനദിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന ദേശീയപാതകൾ, അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ദേശീയപാതകൾ, അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ യോജിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, NH1 ഡൽഹി ടു അമൃത്സർ, അത് കറക്റ്റാണ്. NH2 ഡൽഹി ടു കൊൽക്കത്ത, അതും കറക്റ്റായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. NH3 ആഗ്ര ടു മുംബൈ, അതും കറക്റ്റാണ്. ദെൻ വാരണാസി ടു കന്യാകുമാരി NH7. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓർഡറിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. A1, B2, C3, D4. ഓക്കെ, ഇത് ഓർഡറിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കറക്റ്റായിട്ടാണത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ദേശീയപാതകളെക്കുറിച്ച് പറയുന്ന സമയത്ത് 1955-ലാണ് ഇന്ത്യൻ ദേശീയപാത അതോറിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓർത്തിരിക്കുക, 1955-ലാണ് ഇന്ത്യൻ ദേശീയപാത അതോറിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സമയം ഭരണാധികാര സ്ഥാപനമാണ് ദേശീയപാത അതോറിറ്റി എന്ന് പറയുന്നത്. ദേശീയപാതകളുടെ വികസനം, പരിപാലനം, പ്രവർത്തനം തുടങ്ങിയ ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ്? ഇന്ത്യൻ ദേശീയപാത അതോറിറ്റിയാണ്. ദേശീയപാതകളുടെ വികസനം, പരിപാലനം, പ്രവർത്തനം തുടങ്ങിയ ചുമതലകൾ നിർവഹിക്കുന്നത് ഇന്ത്യൻ ദേശീയപാത അതോറിറ്റിയാണ്. പ്രവർത്തനം ആരംഭിച്ച വർഷം 1955 ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്?
NH44 ആണ്. NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. NH44 ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ ടു കന്യാകുമാരിയാണ്. ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് NH44. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH44. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? NH966B ആണ്. NH966B ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത. NH966B ബന്ധിപ്പിക്കുന്നത് കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടണെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ ആണ് NH966B എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് NH966B എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് പാത ഏതാണ്? മുംബൈ ടു പൂനെയാണ്. മുംബൈ ടു പൂനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ 6 വരി എക്സ്പ്രസ് പാത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാതയും ഏത് തന്നെയാണ്? മുംബൈ ടു പൂനെ എക്സ്പ്രസ് ആണ്. ഓക്കെ, മുംബൈ പൂനെ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാത എന്ന് പറയുന്നത്. ദ നാഷണൽ എക്സ്പ്രസ് വേ 1 ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ തമ്മിലാണ്? അഹമ്മദാബാദ് ടു വഡോദരയാണ്. ഓക്കെ, അഹമ്മദാബാദ് ടു വഡോദരയാണ് നാഷണൽ എക്സ്പ്രസ് വേ 1 ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. പുതിയ റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്രയാണ് കേട്ടോ, മഹാരാഷ്ട്ര. അതുകൂടെ ഓർത്തിരിക്കാം. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം. ഓക്കെ, പുതിയ റിപ്പോർട്ട് പ്രകാരം മഹാരാഷ്ട്രയാണ്, ഉത്തർപ്രദേശ് ആയിരുന്നു. ഓക്കെ, ഇനി ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനം. ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യമുള്ള സംസ്ഥാനം ഗോവയാണ്. ഓക്കെ, ഗോവ. ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യമുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ചണ്ഡീഗഡാണ്. ചണ്ഡീഗഡാണ് ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യമുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദേശീയപാതയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, ഗവർണർ ജനറലായ വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ ഭരണകാലത്താണ്. ബംഗാളിലെ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റ് ചെയ്യപ്പെട്ട ആദ്യ ഗവർണർ ജനറൽ. റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പി. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? ഈ 4ഉം കറക്റ്റാണ്. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറലാണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച് ചെയ്യപ്പെട്ട ആദ്യ ഗവർണർ ജനറലാണ്. റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പി. 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, 4ഉം ശരിയാണ്. ഇനി വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. 1773 ക്രമീകരണ നിയമപ്രകാരം, അതായത് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ക്വിൻകിനായിൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ക്വിൻകിനായിൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിൽ റോബർട്ട് ക്ലൈവ് ഏർപ്പെടുത്തിയ ദ്വിഭരണം റദ്ദാക്കിയ ഗവർണർ ജനറൽ. ഓക്കെ, ബംഗാളിൽ റോബർട്ട് ക്ലൈവ് ഏർപ്പെടുത്തിയ ദ്വിഭരണം റദ്ദാക്കിയത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഒന്നാം മറാത്ത യുദ്ധം, റോഹില്ല യുദ്ധം എന്നിവ നടക്കുമ്പോഴുള്ള ഗവർണർ ജനറൽ ആരാണ്? അതും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പിയാണ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കിയപ്പോൾ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പിറ്റ്സ് ഇന്ത്യ നിയമം പാസാക്കിയപ്പോൾ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചപ്പോഴുള്ള ഗവർണർ ജനറൽ ആരാണ്? അതും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചപ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ജോൺസ് ആണ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചപ്പോൾ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓക്കെ, അതുകൂടെ ഓർത്തിരിക്കുക. ഇനി ചാൾസ് വിൽക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ് കേട്ടോ. ചാൾസ് വിൽക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്.
ബനാറസ് ഉടമ്പടി, ഫൈസാബാദ് ഉടമ്പടി, സൂറത്ത് ഉടമ്പടി എന്നിവ ഒപ്പുവെച്ച സമയത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ്, ഫൈസാബാദ് ഉടമ്പടി, സൂറത്ത് ഉടമ്പടി എന്നിവ ഒപ്പുവെച്ച സമയത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൊൽക്കത്ത സുപ്രീം കോടതി സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൊൽക്കത്ത സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് എലിജ ഇംപെ ആണ്. അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. കൊൽക്കത്ത സുപ്രീം കോടതി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആരാണ്? എലിജ ഇംപെ ആണ്. നന്ദകുമാർ സംഭവവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇംപീച്ച് നേരിട്ട ഗവർണർ ജനറലാണ്. നമ്മൾ പറഞ്ഞില്ലേ, ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇംപീച്ച് ചെയ്യപ്പെട്ട ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എഡ്മണ്ട് ബർക്ക്. ഓക്കെ, ഇംപീച്ച് പ്രമേയം, വാറൻ ഹേസ്റ്റിങ്സിന്റെ ഇംപീച്ച് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി എഡ്മണ്ട് ബർക്ക് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് മുഴുവൻ പഠിച്ചിരിക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരെ കൂടെ നമുക്ക് നോക്കാം. റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യ സ്ഥാപകനാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ബംഗാളിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ആണ്. ബംഗാളിലെ ആദ്യ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ദ്വിഭരണം റദ്ദാക്കിയത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണെന്ന് പറഞ്ഞു. ദ്വിഭരണം കൊണ്ടുവന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ആർക്കോട്ട് ഉപരോധത്തിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ആർക്കോട്ട് ഉപരോധത്തിന്റെ ഹീറോ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് കന്റോൺമെന്റ് സ്ഥാപിച്ചത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കന്റോൺമെന്റ് സ്ഥാപിച്ച ഗവർണർ ജനറൽ എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇനി കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭുവിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. 2 പ്രാവശ്യം ഗവർണർ ജനറലായ ആദ്യ വ്യക്തിയാണ് കോൺവാലിസ് പ്രഭു. 2 പ്രാവശ്യം ഗവർണർ ജനറലായിട്ടുള്ള ആദ്യത്തെ വ്യക്തിയാണ് കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കോൺവാലിസ് പ്രഭു ആണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഗവർണർ ജനറലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോലീസ് സംവിധാനം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആണ് ആര്? കോൺവാലിസ് പ്രഭു. ഇനി അടുത്തത് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് വെല്ലസ്ലി പ്രഭു. വെല്ലസ്ലി പ്രഭു എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് വെല്ലസ്ലി ആണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി ആണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് വെല്ലസ്ലി ആണ്. മോണിങ്ടൺ പ്രഭു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് വെല്ലസ്ലി ആണ്. മോണിങ്ടൺ പ്രഭു എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? വെല്ലസ്ലി ആണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ഓക്കെ, സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാണ്? വെല്ലസ്ലി പ്രഭു ആണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ഓക്കെ, അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് മിൻറ്റോ പ്രഭു. മിൻറ്റോ പ്രഭു എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓർത്തിരിക്കുക. 1813 ചാർട്ടർ ആക്ട് പാസ്സാക്കിയ ഗവർണർ ജനറലാണ് മിൻറ്റോ പ്രഭു. 1813 ചാർട്ടർ ആക്ട് പാസ്സാക്കിയ ഗവർണർ ജനറൽ ആരാണ്? മിൻറ്റോ പ്രഭു ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി വില്യം ബെൻഡിക് പ്രഭു ഇമ്പോർട്ടൻ്റ് ആണ്. വില്യം ബെൻഡിക് പ്രഭുവിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലാണ്. ഇന്ത്യക്കാർക്കായി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വില്യം ബെൻഡിക് പ്രഭു ആണ്. ഇന്ത്യക്കാർക്കായിട്ട് ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ പേർഷ്യന് പകരം ഇംഗ്ലീഷാക്കി മാറ്റിയ ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ പേർഷ്യന് പകരം ഇംഗ്ലീഷാക്കി മാറ്റിയത് ആരാണ്? വില്യം ബെൻഡിക് ആണ്. പെൺശിശുഹത്യ, ശൈശവ വിവാഹം എന്നിവ നിരോധിച്ചത് ആരാണ്? വില്യം ബെൻഡിക് പ്രഭു ആണ്. പെൺശിശുഹത്യ, ശൈശവ വിവാഹം എന്നിവ നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. സതി നിരോധിച്ചത് ആരാണ്? വില്യം ബെൻഡിക് പ്രഭു ആണ്. സതി നിരോധിച്ച ഗവർണർ ജനറലാണ്
വില്യം ബെൻഡിക് പ്രഭു എന്ന് പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു എന്ന് പറയുന്ന സമയത്ത് ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറലാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ആര്? ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ടയാണ് വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. വുഡ്സ് ഡെസ്പാച്ച്, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് കാനിങ് പ്രഭു. കാനിങ് പ്രഭുവിനെ കുറിച്ച് പറയുന്ന സമയത്ത് ദത്തവകാശ നിരോധന നിയമം റദ്ദ് ചെയ്തത് ആരാണ്? കാനിങ് പ്രഭു ആണ്. ദത്തവകാശ നിരോധന നിയമം റദ്ദ് ചെയ്തത് കാനിങ് പ്രഭു ആണ്. ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് പാസ്സാക്കിയത് ആരാണ്? കാനിങ് പ്രഭു ആണ്. ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് പാസ്സാക്കി. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസ്സാക്കിയതും ആര് തന്നെയാണ്? കാനിങ് പ്രഭു തന്നെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ബംഗാളിൽ നീലം വിപ്ലവം നടന്ന സമയത്തെ വൈസ്രോയി ആണ് കാനിങ് പ്രഭു. ഓക്കെ. ബംഗാളിൽ നീലം വിപ്ലവം നടന്ന സമയത്തെ വൈസ്രോയി ആണ്. ഇന്ത്യയിൽ വരുമാന നികുതി ഏർപ്പെടുത്തിയ വൈസ്രോയി ആര് തന്നെയാണ്? കാനിങ് പ്രഭു ആണ്. ഓക്കെ. ഇന്ത്യയിൽ വരുമാന നികുതി ഏർപ്പെടുത്തിയത് ആരാണ്? കാനിങ് പ്രഭു ആണ്. ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച വൈസ്രോയി ആണ് കാനിങ് പ്രഭു. ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച വൈസ്രോയി ആണ് കാനിങ് പ്രഭു എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും പേരെങ്കിലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ തെറ്റായത് ഏതാണ്? തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് എന്താണ്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി, ഇന്ത്യയുടെ രാഷ്ട്രശില്പി മഹാത്മാഗാന്ധി, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഇതിൽ തെറ്റായതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. തെറ്റായത് ആരാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഇന്ത്യയുടെ രാഷ്ട്രശില്പി മഹാത്മാഗാന്ധി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റല്ലേ? തെറ്റാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. ബാക്കിയെല്ലാം കറക്റ്റാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി, ഇന്ത്യൻ ദേശീയയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിശേഷണങ്ങളുള്ള കുറച്ച് വ്യക്തികളുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. എഴുതി വെച്ചേക്കാം. ഇന്ത്യയിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ലോകമാന്യ മറാത്ത സിംഹം, മറാത്ത കേസരി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ലോകമാന്യ മറാത്ത സിംഹം, മറാത്ത കേസരി എന്നൊക്കെ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ലോകനായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ലോകനായക് എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. എഴുതുന്നുണ്ടല്ലോ. ദീനബന്ധു, ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രൂസ് ആണ്. ദീനബന്ധു എന്നറിയപ്പെടുന്നത് CF ആൻഡ്രൂസ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് CR ദാസ് ആണ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? CR ദാസ് ആണ്. നമ്മൾ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണെന്ന് പറഞ്ഞു. സബർമതിയിലെ ഋഷി ബാപ്പുജി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ബാപ്പുജി, സബർമതിയിലെ ഋഷി എന്നൊക്കെ അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയാണ്. അതുപോലെ ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സമുദ്രഗുപ്തനാണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. നേതാജി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. എല്ലാവർക്കും അറിയാം നേതാജി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആരാണ്? ടി പ്രകാശമാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം. ഇന്ത്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. ഇന്ത്യൻ മാക്വെല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യനാണ്. ചാണക്യൻ. ഇന്ത്യൻ മാക്വെല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യൻ. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ആരാണ്? ബിപിൻ ചന്ദ്രപാലാണ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബിപിൻ ചന്ദ്രപാൽ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. ആന്ധ്ര കേസരി ആരായിരുന്നു? ടി പ്രകാശമായിരുന്നു. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. അടുത്തത് ഗുരുദേവ്. ഗുരുദേവ് എന്നറിയപ്പെടുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഗുരുദേവ് എന്നറിയപ്പെടുന്നത്, ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. ഗുരുദേവ് എന്നറിയപ്പെടുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്.
പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ് ആണ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ APJ അബ്ദുൽ കലാം. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? സലീം അലി. ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ സലീം അലി ആണ്. കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയാണ്. കാശ്മീർ സിംഹം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള. ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന ആരാണ്? PT ഉഷയാണ്. ഗോൾഡൻ ഗേൾ എന്ന് അറിയപ്പെടുന്നത് PT ഉഷ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓക്കെ, ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. 26ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. 20 കർമ്മ പരിപാടി ആവിഷ്കരിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന കാലയളവിലാണ്. അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഈ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്താണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. വർഷം 1971. 26ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. അതും കറക്റ്റാണ്. 20 കർമ്മ പരിപാടി ആവിഷ്കരിച്ചത് 20 പോയിന്റ് പ്രോഗ്രാംസ് ആവിഷ്കരിച്ചത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന കാലയളവിലാണ്. അപ്പോൾ ഇത് 3ഉം കറക്റ്റാണ്. ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരം. 1, 2, 3 എന്നിവ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. നമ്മൾ 10 ചോദ്യങ്ങളാണ് എടുത്തത്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ബാക്കിയുള്ള ചോദ്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.